വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 10 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായി നിർമ്മിച്ച ഈ ഒരു വീടാണ്. മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകൊണ്ട് സ്വദേശികളായ ആച്ചാത്ത് അബ്ദുസലാം ജുബൈരിയ ദമ്പതിമാരുടെ വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ഗേറ്റ് ചെയ്തിട്ടുള്ളത് ജിയായിലും HPL ഷീറ്റിലുമാണ്. ഒരെണ്ണം സ്ലൈഡിങ്ങും ഒരെണ്ണം നോർമലായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് പടിപ്പുര ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലോട്ടായിട്ട് നല്ല ഭംഗിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റും നാച്ചുറൽ ഗ്രാസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് D ഷേപ്പിൽ കിണറും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷൻ വളരെ സിമ്പിളായിട്ടും ഭംഗിയിലുമാണ് ചെയ്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്ലാറ്റ് റൂഫ്, ജിയായുടെ ഹാൻഡ് റെയില്, ഷോ വാള്, അതുപോലെ പലതരത്തിലുള്ള ലൈറ്റുകൾ എന്നിവ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ കോർണറിലായിട്ട് ഇവിടെ ടെക്സ്ചർ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ ഒരു ചെറിയ ലോണും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ പോർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെയിൻ ഷെയ്ഡിനായിട്ട് പോളികാർബൺ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീട് നിൽക്കുന്നതും ഒരു ഉയർന്ന പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോമ്പൗണ്ട് വാൾ അതിനനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ 2 സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളിലായിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു സീലിങ്ങും ചെയ്തിട്ടുണ്ട്. L ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. ഇവിടെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് 2 വുഡൻ ചെയറും ഒരു ടീ ടേബിളും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഊഞ്ഞാല് ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഷൂ റാക്ക് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ വീടിൻ്റെ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിൽ വളരെ സിമ്പിളായിട്ടാണ്. ഈ ഒരു ഭാഗത്ത് വീടിൻ്റെ നെയിം വുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബൈത്തുൽ അർഷ് എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത്. ഷട്ടർ വരുന്നത് 4 മുക്കാലും ആയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു ഹാൻഡിലും ആണ് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ഫോയറിലോട്ടാണ്. കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് വന്നിട്ടുണ്ട്. ജിപ്സം വിത്ത് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലിവിങ് നോക്കാം. ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 422x300 ആണ്. ഈ ഒരു ഫോയറിൻ്റെ സ്പേസ് കൂടി അതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. മുകളിൽ നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ടൊരു റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർട്ടീഷൻ വർക്കായിട്ട് വരുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ MS-ൻ്റെ ഫ്ലാറ്റ് റാഡും ഫ്ലൂട്ടഡ് ഗ്ലാസും ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഭംഗിയുള്ളൊരു വുഡൻ ടീ ടേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു കോർണർ സെറ്റിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വിൻഡോസിന് ക്ലോത്ത് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ കിടക്കുന്നത് ഡൈനിങ്ങിലോട്ടാണ്. ഈ ഒരു ഡൈനിങ്ങിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഒരു ബെഡ്റൂമും കിച്ചണും വരുന്നത്. റൈറ്റ് സൈഡിലോട്ടായിട്ട് സ്റ്റെയറും വാഷ് ഏരിയ, ഒരു ബെഡ്റൂം, കോർട്ട്യാർഡ് എന്നിവ വരുന്നുണ്ട്. സ്റ്റെയർ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ജിയായുടെ ഫ്രെയിം നൽകിയിട്ട് കരിവാക വുഡാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് ഗ്ലാസ്സിലും ടീക്ക് വുഡിലുമാണ്. ഈ ഒരു പാർട്ടീഷൻ വർക്ക് ഒരു സൈഡിൽ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കോർട്ട്യാർഡും ഡബിൾ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് പരിചയപ്പെടാം. അതിനുശേഷം ബാക്കി കാണാവേ. 310x516 ആണ് ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നത്. ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലും വാളിൽ ഭംഗിയുള്ള ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ വിൻഡോസിൽ ലോങ് കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8 സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കുഷ്യൻ ചെയറാണ്.
ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഈ ഒരു ഭാഗത്ത് വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഒരു ഭാഗത്താണ് കോർട്ട്യാർഡ് ചെയ്തിട്ടുള്ളത്. ഈ വരുന്നത് ഡബിൾ ഹൈറ്റിലാണ്. നല്ല ഭംഗിയുള്ളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ മൊറോക്കൻ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാളിൽ മൾട്ടിവുഡിൽ ഒരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ബേസിന് താഴെ വന്നിട്ടുള്ള ഷെൽഫ് ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ ഓവൽ ഷേപ്പിലുള്ള മിററാണ് നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. ഡോറിന് പാനൽ ചെയ്തിട്ടുണ്ട്. 360x390 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാർഡ്രോബ്സും ഇതുപോലെ മേക്കപ്പ് യൂണിറ്റൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ്. അതുപോലെ ബാത്റൂമിൻ്റെ ഡോറ് FRP ഡോറാണ്. ഗ്രേ ആൻഡ് വൈറ്റ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. സീലിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭംഗിക്ക് വേണ്ടിയിട്ട് 2 വാൾ ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമാണ് നോക്കുന്നത്. കിച്ചൻ്റെ സൈഡിലോട്ടായിട്ട് വരുന്നതാണ്. ഇവിടെ ഡോറ് തുറക്കുന്നത് ഒരു ഫോയർ സ്പേസിലോട്ടാണ്. അവിടെയാണ് ബാത്റൂം വന്നിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഡിസൈൻ കണ്ടോളൂ കേട്ടോ. 210x150 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. പീകോക്ക് വൈറ്റ് ഷെയ്ഡിലാണ് ടൈല് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. 390x360 തന്നെയാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. എല്ലാം ഒരു സൈസിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു ഒലീവ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ സീലിംഗ് വരുന്നുണ്ട്. കോട്ടിൻ്റെ 2 സൈഡിലായിട്ടും ഷെൽഫ് വരുന്നുണ്ട്. ഹെഡ് ബോർഡ് ചെയ്തിട്ടുള്ളത് കുഷ്യനിലാണ്. ഇവിടെ റൂംസിൽ വിൻഡോസിൽ കർട്ടൻ ചെയ്തിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഹാൻഡിലൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് കിച്ചൺ പരിചയപ്പെടാം. വുഡിലും ഗ്ലാസ്സിലുമാണ് കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് BB ബോക്സ് വരുന്നത്. അത് നല്ല ഭംഗിയിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് 330x510 നല്ല അടിപൊളിയായിട്ട് വിറകടുപ്പോട് കൂടി ചെയ്തിട്ടുള്ളൊരു മോഡുലാർ കിച്ചണാണിത്. ഇവിടെ ഫ്ലോറിൽ മൊത്തം വിരിച്ചിട്ടുള്ളത് വണ്ടർ കട്നി മാർബിളാണ്.
നമുക്ക് കിച്ചണിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു ടോൾ യൂണിറ്റ് ആണ് കേട്ടോ. ഇതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ബാക്കി ഭാഗത്ത് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഓവന് സ്പേസ് ചെയ്തിട്ടുണ്ട്, താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയും നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് മുകളിലായിട്ട് ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് PVC ലാമിനേറ്റഡ് ആയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത്. 4 പേർക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഓപ്പൺ ഷെൽഫ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെ 3 ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടറിൽ വിരിച്ചിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ് കേട്ടോ. അത് ഡബിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് വരുന്നത് കട്ട്ലറി ബോക്സ് ആണ്. താഴെ പ്ലേറ്റ് ട്രേ സെപ്പറേറ്റ് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുള്ളത് എപ്പോഴും എടുക്കുന്ന സ്പേസസ് ആണ്. പിന്നെ ഇതാ ഈ ഒരു കോർണറിലൊരു പുൾ ഔട്ടാണ് ചെയ്തിട്ടുള്ളത്. മിക്സിയൊക്കെ വെക്കാൻ യൂസ്ഫുള്ളാണ്. അതിനകത്ത് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് സ്റ്റൗ വന്നിട്ടുള്ളത്. ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ വരുന്നുണ്ട്. 3 ബർണർ സ്റ്റൗ ആണ്. ഇനി സ്റ്റൗവിന് താഴെയായിട്ട് ഒരു പാൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടാണ് വിറകടുപ്പ് വന്നിട്ടുള്ളത്. വിറകടുപ്പിന് ചിമ്മിണി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സിങ്കും വന്നിട്ടുള്ളത്. സിങ്ക് പുറത്തേക്ക് സ്ലാബ് തള്ളിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിങ്കിൽ തന്നെ ലിക്വിഡൊക്കെ സൂക്ഷിക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കിച്ചൻ്റെ വിശേഷം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. ഇവിടെ ലാൻഡിങ്ങിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വരുന്നുണ്ട്. ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ്. ഈ ഒരു ഭാഗത്ത് ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മുകളിൽ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് 3 ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഇത് കോർട്ട്യാർഡിന് മുകളിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റുകളാണ്. ഈ വന്നിട്ടുള്ളത് ലിവിങ്ങിൻ്റെ ഭാഗത്താണ്. ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇതാണ് ലാൻഡിങ്ങിലുള്ള ഒരു ബേ വിൻഡോ കേട്ടോ. ഇവിടെയും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹാള് നോക്കാം. ഇവിടെ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഒരു സിറ്റിംഗ് ബോക്സ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ ഷെൽഫാണ് വരുന്നത്. ഒരു ഭാഗത്താണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്.
നല്ല ഭംഗിയിൽ തന്നെയാണ് റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ്. ഇവിടെ ഹെഡ് ബോർഡിൽ കുഷ്യന് പകരം മൾട്ടിവുഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. 2 സൈഡിലും ഷെൽഫ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂം നോക്കാം. ഈ ഒരു ബാത്റൂം ടൈല് നോക്കിക്കോളൂ. ഇനി നേരെ കാണുന്ന ഡോർ ഓപ്പൺ ടെറസിലേക്കുള്ളതാണ്. അത് പിന്നീട് കാണാം. നമുക്കാദ്യം ഈ ഒരു ഭാഗത്ത് വരുന്ന സെക്കൻഡ് ബെഡ്റൂം നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ അടിപൊളിയായി ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. സീലിങ്ങിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന ഫീലാണ്. പക്ഷെ അത് ക്യാമറയിൽ ശരിക്കും അറിയുന്നില്ല കേട്ടോ. ഇനി കോട്ടിൻ്റെ 2 സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ വോളിൽ അറബിക് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വോൾ ഫ്രെയിമും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാർഡ്രോബ് നോക്കാം. കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. ഈ ഒരു ഷെൽഫിൻ്റെയും മിററിൻ്റെയും ഭംഗിയാണ് കേട്ടോ വാർഡ്രോബിനെ ഇത്രയും ഭംഗിയുള്ളതാക്കുന്നത്. ഇനി ഈ ഒരു പാസേജിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റഡി ടേബിളാണ്. അതിന് ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഷെൽഫ് വരുന്നുണ്ട്, മുകളിലും ഷെൽഫ് വരുന്നുണ്ട്. ഇനി ബാത്റൂം നോക്കാം. ഇതിനകത്തും വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇവിടെ ഫ്ലോറിലും വാളിലൊക്കെ 2x4 ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇത്. ലിവിങ്ങിൽ നിന്നുള്ള ആ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് ഇവിടെ ബാൽക്കണി വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ ഇവിടെ ബാൽക്കണി വന്നിട്ടുണ്ട്. ജിഐയുടെ ഹാൻഡ് റെയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പോർച്ചിന് മുകളിൽ വരുന്ന ഭാഗമാണ്. അവിടെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് റൂഫിൽ. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഇരിക്കാനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. ഒരു കുഞ്ഞ് സ്പേസാണ്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് താഴേക്ക് നോക്കാനായിട്ട്. ഇനി ഓപ്പൺ ടെറസ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓപ്പൺ ടെറസ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.